നഫീസത്തുൽ മിസ്രിയ ബീവി റളിയല്ലാഹു തആല അൻഹ റഹ്മത്തുള്ളാഹി അലൈഹ റഹ്മത്തൻ വാസിഅ അവർ പറയും 30 കൊല്ലമായി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് നോമ്പുകാരിയായിട്ട് വരിക്കണമെന്ന്. ഇപ്പം ചിലർക്ക് നോമ്പ് ഇഷ്ടമായിരിക്കും, അങ്ങനത്തെ ഒരു ഇഷ്ടമാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് നോമ്പ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് റയ്യാൻ എന്ന ഗേറ്റിലൂടെ പോകാൻ പറ്റും. നോമ്പ് നോറ്റവർ മുഴുവൻ അതിലൂടെ പോകുമെന്ന് നമുക്ക് തോന്നും. പക്ഷേ നിസ്കരിച്ചവർക്ക് ബാബ് സ്വലുണ്ട് എന്ന് പറഞ്ഞാൽ നിസ്കാരം ഇഷ്ടമായിട്ട് അതൊരു ഹരമാണ് ചില ആളുകൾക്ക്. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അവരാണ് ബാബു സ്വലയിലൂടെ വിളിക്കുന്നത്. ബാബു സ്വതക്കയുണ്ട്, എല്ലാ ബാബിൻ്റെയും പേര് തങ്ങൾ പറഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ ഇബാദത്തും ഇഷ്ടപ്പെടുന്നവർ. നോമ്പ് ചിലർക്ക് ഇഷ്ടമായിരിക്കും, അതൊരു ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഒരു ഇബാദത്തിനൊരു ഇഷ്ടമൊക്കെ വരുമോ? പട്ടിണി എടുക്കാൻ ഇഷ്ടം വരിക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എത്ര വലിയ ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് വേണ്ടി പട്ടിണി എടുക്കുകയാണ്. വിശപ്പിന് വിഷമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഞാനിത് ചെയ്യുന്നത് അള്ളാഹ് നിനക്ക് വേണ്ടിയാണ്. വയറിൽ ശരിക്കും വിശക്കുന്നുണ്ട്, തളർച്ച വരുന്നുണ്ട്, ക്ഷീണം വരുന്നുണ്ട്, നമുക്ക് ജോലി ചെയ്യാനൊന്നും പറ്റില്ല, വലിയ ബുദ്ധിമുട്ട് വരും. പക്ഷേ ഇത് ഞാൻ അള്ളാഹുവിന് വേണ്ടി ചെയ്യും. എൻ്റെ റബ്ബെന്നോട് പറഞ്ഞു ഇന്നൊന്നും കഴിക്കണ്ട ചെയ്യൂല. കാമുകൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യൂല. കാമുകി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട അവിടെ കഴിക്കൂല, ഇന്ന് ഉറങ്ങേണ്ട അവിടെ ഇരിക്കൂ. ചിലപ്പോൾ അള്ളാഹു പറയാണ് നിങ്ങൾ ഇരിക്കുവേ, എന്നെ അനുസരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കല്ലേ. മഹബ്ബത്തനില്ല, അള്ളാഹുവിനോടുള്ള മഹബ്ബത്താണ് ഇതിൻ്റെ പ്രേരകം. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു റബ്ബേ. അതുകൊണ്ടാണ് സൗമുലി, ഇത് എനിക്കുള്ളതാണ്. ഒരാൾ വെറുതെ ഒന്നു കൊടുക്കുന്ന സമയത്ത് വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോൾ എന്ന് പറഞ്ഞൊരു മുറുക്ക് വെള്ളം കുടിച്ചു. 5 ഒതുവിന് 5 വെള്ളം കുടിച്ചു. അല്ല 5 വേണ്ടി വരില്ല. ളുഹ്റും അസ്റിനും തന്നെ അത്യാവശ്യമല്ലേ 2-3 ഒതൊക്കെ എടുക്കുകയാണെങ്കിൽ ആരറിയും നോമ്പ് മുറിച്ചിക്കണോ ഇല്ലേ? അള്ളാഹ്ക്ക് മാത്രമല്ലേ അറിയാൻ പറ്റുള്ളൂ. അള്ളാഹ്ക്ക് മാത്രം അറിയാൻ പറ്റും ഒരു മനുഷ്യൻ നോമ്പുണ്ടോ ഇല്ലേ. ആർക്കും ചെക്ക് ചെയ്യാൻ കഴിയില്ലത്. അതുകൊണ്ടാണ് അസ്സൗമുലി വഅനാജിബി, അത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് മാത്രമല്ല, നിങ്ങളുടെ കണ്ണ് നോമ്പെടുക്കുന്നുണ്ടോ, നിങ്ങളുടെ വയറ് നിങ്ങളുടെ വായ നോമ്പെടുക്കുന്നുണ്ടോ, നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ബ്രെയിൻ, നിങ്ങളുടെ കൽബിന് നോമ്പുണ്ടോ, നിങ്ങളുടെ കൈകാലുകൾക്ക് നോമ്പുണ്ടോ, ഇതൊക്കെ അള്ളാഹുവിന് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അള്ളാഹുവിന് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അസ്സൗമു ജുന്ന, നോമ്പെന്ന് പറയുന്നത് പരിചയമാണ്. ഇറ്റ്സ് എ ഷീൽഡ്. വാള് വെട്ടുമ്പോൾ തടുക്കുന്ന സാധനമാണത്. എന്ന് പറഞ്ഞാൽ തെറ്റിലേക്ക് പോകാതിരിക്കാൻ നമ്മളെ കൺട്രോൾ ചെയ്യണം. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഈ ശരീരത്തിന് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞങ്ങ് വിടുന്ന ആളുകൾ പരാജയപ്പെട്ടു. ഇന്നത്തെ സ്വതന്ത്രവാദികളൊക്കെ അതാ പറയുന്നത്. ശരീരത്തിൻ്റെ ആഗ്രഹം നടക്കട്ടെ. ഇസ്ലാം പറയുന്നതല്ല, നിൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ നീ നിയന്ത്രിക്കണം. അത് അള്ളാഹുവിൻ്റെ ശരീഅത്തിന് യോജിച്ചു വരുന്നുണ്ടോ, ഗോ അഹെഡ്. ഇല്ലേ, സ്റ്റോപ്പ് ഇറ്റ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. തെറ്റു ചെയ്യരുത് എന്ന ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട്. ആ ആഗ്രഹം സഫലമാകാൻ ഏറ്റവും അനുയോജ്യമായ സമയം നോമ്പാണ്. അപ്പം നോമ്പെടുക്കുന്നുണ്ട്, പക്ഷെ ഒരാൾ തെറ്റ് ചെയ്യാതിരിക്കണമെന്ന് തോന്നലില്ലെങ്കിൽ നോമ്പുകാരനായാലും തെറ്റ് ചെയ്യും. നോമ്പെടുത്തു എന്നതിൻ്റെ പേരിൽ മാത്രം തെറ്റ് ചെയ്യാതിരിക്കുക എന്ന് പറയാൻ കഴിയില്ല. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. കുല്ലു ബിനി ആദമ ഖത്താ വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ അല്ലേ. ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ തെറ്റുപറ്റുന്നവരാണ്. തെറ്റുപറ്റുക എന്നതിൽ തെറ്റുപറ്റാത്തവരാരാണുള്ളത്? വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ, തെറ്റുപറ്റി തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളാണ് ഏറ്റവും നല്ല മനുഷ്യരെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റു ചെയ്യരുത് എന്നൊരു തോന്നൽ നമ്മുടെ ഖൽബിലേക്ക് വരണം. അത് നോമ്പ് കൊണ്ട് വരേണ്ടതാണ്. നോമ്പെടുക്കുമ്പോൾ ആ ആഗ്രഹം കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ വിഷയം എളുപ്പമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ലഅല്ലക്കും തത്തഖൂൻ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നോമ്പുകാരനെപ്പോലെ ജീവിച്ചു എന്ന് പറയലായിരിക്കും ഏറ്റവും നല്ലത്. അവിടുത്തെ ജീവിതത്തിൽ മാ ശബിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ ഖത്തു മിൻ അഖിത്തിൻ, നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വാദിഷ്ടമായൊരു ഭക്ഷണവും നബിതങ്ങൾ വയറ് നിറച്ച് കഴിച്ചില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുന്നാ നസീറു മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി യൗമിൻ സായിഫിൻ വമാ മിന്നാ സായിമുൻ ഗൈറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു റവാഹ. വല്ലാത്ത ചൂടുള്ള ഒരു സമയം അവർ യാത്ര ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ യാത്രയിൽ അവർ പറയുന്നുണ്ട്, ചില റിവായത്ത്, ഞങ്ങൾ തലയിൽ മുഖത്തൊക്കെ കൈവച്ചിട്ടാണ് യാത്ര ചെയ്തത് വെയിലിൻ്റെ ചൂടുകൊണ്ട്. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, നേരത്തെ സൂചിപ്പിച്ച സ്വഹാബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ രണ്ടുപേർക്കും സുന്നത്ത് നോമ്പുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നോമ്പെടുക്കാൻ പറ്റിയിട്ടില്ല, അവർ നോമ്പ് അപ്പോഴും ഉണ്ടായിരുന്നു. റളിയല്ലാഹു തആല അൻഹു. അസ്സൗമു ജുന്ന ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ് എന്ന് പറഞ്ഞ സ്വാബിരീങ്ങൾക്ക് അല്ലാഹ് കൂലി കൊടുക്കുമെന്ന് പറഞ്ഞ സ്വാബിറൂൻ എന്നതിൻ്റെ തഫ്സീർ എന്താണ്? അസ്വാഇമൂന, നോമ്പെടുക്കുന്നവർക്ക് അല്ലാഹ് കൂലി കൊടുക്കുന്നതാണ്.
എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു വശം സൊബറാണ്, ക്ഷമയാണ്. നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ പിടിച്ചു നിർത്തുകയാണ്. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി തആല അലൈഹിയിൽ നിന്ന്, സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി തആല അലൈഹിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നൊരു റിവായത്തുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനായ മനുഷ്യന് സ്വർഗം കൊടുത്ത് ആ സ്വർഗത്തിലെ മനോഹരമായ അസലിൻ്റെ തേനിൻ്റെ അരുവിയുടെ അരികത്ത് ഹൂറുൽ ഐനുകളിൽപ്പെട്ട സുന്ദരിയായൊരു ഹൂരിയുടെ കൂടെ ഇരിക്കുമ്പോൾ ആ ഹൂരി അദ്ദേഹത്തോട് പറയാണ്, ഇന്നല്ലാഹ നദറ ഇലൈക ഫീ യൗമിൻ സ്വായിം, നിങ്ങൾ യൗമിൻ സ്വായിഫിൻ വ അൻത സ്വായിം, വളരെ ചൂടുള്ള ഒരു ദിവസം നിങ്ങൾ നോമ്പുകാരനായി നിൽക്കുമ്പോൾ, നിങ്ങളുടെ ചുണ്ടുകളൊക്കെ വരണ്ട് നിൽക്കുമ്പോൾ, നിങ്ങളുടെ വയറൊട്ടി നിൽക്കുമ്പോൾ, നിങ്ങൾ അശക്തനായി തളർന്നു നിൽക്കുമ്പോൾ അള്ളാഹു നിങ്ങളിലേക്ക് നോക്കിയ ഒരു നേരമുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഉഷ്ഹിദുക്കും യാ മലായികത്തി, എൻ്റെ മലക്കുകളെ നിങ്ങളെ ഞാൻ സാക്ഷി നിർത്തുകയാണ്, ഈ മനുഷ്യൻ എനിക്ക് വേണ്ടിയാണ് ഈ ത്യാഗം ചെയ്തത്. ചൂടുള്ള നോമ്പ്, ചൂടുള്ള കാലഘട്ടത്തിലെ നോമ്പ്. ഇപ്പോൾ ലെങ്തി അവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നോമ്പ് പ്രയാസമാണെന്ന് തോന്നുന്നു. ഒരിക്കലല്ല. റമദാൻ ഇതാ തുടങ്ങുന്നു, അതിൻ്റെ ആനന്ദം അനുഭവിക്കുന്ന മുഅ്മിനീങ്ങൾക്കത് വളരെ പെട്ടെന്നാണ് നീങ്ങിപ്പോവുക. റമദാൻ എത്ര പെട്ടെന്നാണ് കഴിയുക. നമ്മൾ വരുന്നു എന്ന് പറഞ്ഞ് ഇതാ കഴിഞ്ഞ് പെരുന്നാളായി എന്ന് പറയും. വളരെ പെട്ടെന്നാണ് പോവുക. അത് എത്ര ദീർഘമുള്ള പകലാണെങ്കിലും ചുരുങ്ങിയ പകലാണെങ്കിലും റമദാൻ മർറുൽ കിറാം, മാന്യന്മാർ പോകുന്ന പോക്കാ പോവുക. അവിടെ ഇവിടെ തിരിഞ്ഞു നോക്കാൻ നിൽക്കില്ല, ഒരൊറ്റ പോക്കായിരിക്കും. അത് മർറുൽ കിറാം, മാന്യന്മാരുടെ നടത്തമാണ്. റമദാനിൻ്റെ പോക്ക് അങ്ങനെയാണെന്ന. ബാക്കിയൊക്കെ നമുക്ക് അല്പം സ്ലോ ഡൗൺ ഫീൽ ചെയ്യും. റമദാൻ ഒരിക്കലും അങ്ങനെ കിട്ടില്ല. അത് എത്ര നീളമുള്ളതാണെങ്കിലും മുഅ്മിനീങ്ങൾക്കതിൻ്റെ സന്തോഷം കൊണ്ട് അങ്ങനെയാണ്. സന്തോഷത്തിൻ്റെ സാഅത്തുകൾ, സമയങ്ങൾ വളരെ പെട്ടെന്നാണ് കഴിഞ്ഞു പോവുക. ദുഃഖമുണ്ടെങ്കിലാണ് അത് വളരെ നീണ്ടുപോവുക. ദുഃഖമുള്ള രാവുകൾ വളരെ നീണ്ട രാവുകളാണ്. സന്തോഷത്തിൻ്റെ രാവുകൾ നേരം പുലരും പെട്ടെന്ന്. ഇപ്പം തന്നെ വജറായോ നേരം വെളുത്തോ എന്ന് ആലോചിച്ചു പോകും. അങ്ങനെ ഒരു ദീർഘമായ രാവിൽ, ഒരു ദീർഘമായ പകലിൽ ഏറ്റവും ദാഹമുള്ള ഒരു നേരത്ത് നിങ്ങളുടെ ചുണ്ടുകളൊക്കെ വരണ്ടു നിൽക്കുന്ന ഒരു ദിവസം അള്ളാഹു നിങ്ങളെ നോക്കിയിരുന്നു. ആ റബ്ബ് തആല അന്നേരം പറഞ്ഞു, എൻ്റെ അബ്ദിലേക്ക് നോക്കൂ മലക്കുകളെ, ഇയാൾ ഇങ്ങനെ വിശന്ന് നിൽക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. ഇപ്പോൾ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നമുക്കത് പറയാൻ പറ്റും. ഇൻഡോർ ജോലി ചെയ്യാണ്, എയർ കണ്ടീഷൻ ചെയ്ത റൂമിലാണ് നമ്മൾ ഇരിക്കുന്നത്, അല്ല എയർ കണ്ടീഷൻ ചെയ്ത വാഹനത്തിലാണ്, വീട്ടിലാണ്. അവരനുഭവിക്കുന്നതിലേറെ സൊബർ പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി വരും, അല്ലേ? അവർക്ക് ജോലിയും നോമ്പും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുമോ? അവർ നോമ്പെടുക്കുക. ഇപ്പോൾ ഒരുപാട് ലെങ്തി അവേഴ്സ്, ഇപ്പം UK-യിലോ മറ്റ് വെസ്റ്റേൺ രാജ്യങ്ങളിലോ ഒക്കെ ഒരുപാട് ദീർഘമുള്ള പകലുകൾ വരും. അപ്പോൾ എന്താ ചെയ്യുക? പകുതി വെച്ച് മുറിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് ആ പകൽ എന്തിയോളം നിങ്ങൾക്ക് നോമ്പെടുക്കാൻ പറ്റുമോ? നിങ്ങളെടുക്കുക. ഇല്ലേ, നിങ്ങളെ കൊണ്ട് കഴിയൂലേ, നിങ്ങൾ മുറിച്ചോളൂ. എന്നിട്ട് എന്ത് ചെയ്യുക? ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ എന്നല്ലാതെ സൗദിയിൽ ഇപ്പോൾ ടൈമായിട്ട് നമ്മൾ മുറിക്കുക. ഇവിടെ സൂര്യൻ നേരെ മേലെ കണ്ടുകൊണ്ടിരിക്കുക. സൂര്യൻ ഖുറൂബാവാതെ അസ്തമിക്കാതെ നോമ്പ് മുറിക്കാൻ പറ്റൂല.